വീട്ടിനുള്ളിൽ നിന്നും 5 പാമ്പ്. പാമ്പെന്ന് പറഞ്ഞാൽ 5 വെള്ളിക്കെട്ടൻ ശങ്കൂരൻ. കുട്ടികൾ കിടന്നുറങ്ങിയ കിടക്കയിലാണ് ആ വിഷപ്പാമ്പിനെ കണ്ടെത്തിയത്. ചൂട് കൂടിയതോടെ പാമ്പ് കടി ഏൽക്കുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടാവുകയുമാണ്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. 5 ശങ്കുവരൻ, 5 ശംഖു. ഒയ്യോ, കാണുമ്പോൾ തന്നെ എന്താണ്ട് പോലെ. ആ ഒരു പ്രതികരണം ഒന്ന് കാണാം. വീട്ടിൽ നിന്ന് കുട്ടി എണീറ്റപ്പം തന്നെ മോളും 1 വയസ്സുള്ളൊരു ചെറിയൊരു മോനും ഉണ്ട്. അപ്പോൾ ഒരു രണ്ടാളും എണീച്ചപ്പോൾ വൈഫ് എണീക്കാൻ വേണ്ടി പോയപ്പോൾ അവിടുന്ന് തലേൻ്റെ അടുത്തായിട്ട് പിന്നെ ഒരു വലിയൊരു വെള്ളിക്കെട്ടൻ പാമ്പിനെ അവിടുന്ന് പിടിച്ചു. അത് കഴിഞ്ഞ് ഒരു ഉച്ച സമയത്ത് വീണ്ടും വീടൊക്കെ നന്നാക്കി. ആ സമയത്ത് പിന്നെയും വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് 2 എണ്ണത്തിന് പിന്നെയും കിട്ടി. ഹലോ ഗൈസ്, നമ്മളൊരു പ്രധാനപ്പെട്ട ഒരു വീഡിയോ ചെയ്യാനാണ് വന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെ ഇപ്പോൾ നമ്മൾ ബ്രേക്കിംഗ് ന്യൂസിൽ അപ്പോൾ ഒരു വലിയൊരു സംഭവം നടക്കുകയുണ്ടായി. കാരണം നമ്മളൊരു വീട്ടിൽ ഒരു ഫാമിലി കിടന്നുറങ്ങുന്ന കട്ടിലിൻ്റെ ഒരു സൈഡാണ്, ഒരു ബെഡിൻ്റെ ഒരു സൈഡാണ് ഒരു 5 ശംഖുവരൻ പാമ്പിനെ കണ്ടത്. കാരണം നമ്മളിന്ന് ഈ ചൂട് കൂടുന്നതനുസരിച്ച് നമ്മളിപ്പോൾ എന്ന് വെച്ചെങ്കിൽ എല്ലാവരും തറയിലും നിലത്തൊക്കെയാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വെച്ചെങ്കിൽ നമ്മളെ വീടും പരിസരവും നന്നായിട്ട് വൃത്തിയാക്കണം. നമ്മളൊന്ന് ചെയ്തിപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ കണ്ടുവരുന്ന നമ്മൾ വലിയൊരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ കുട്ടികളൊക്കെ എല്ലാവരും താഴെ നിലത്തും ബെഡിലൊക്കെ കിടന്നുറങ്ങുമ്പോൾ ജനാല് വാതിൽ ഇതൊക്കെ നമ്മളെന്ന് വെച്ചെങ്കിൽ ഓപ്പൺ ആയിരിക്കുമ്പോൾ അത് സുഖമായിട്ട് പാമ്പുകൾക്ക് ഇഴജന്തുക്കൾക്ക് നമുക്ക് പെട്ടെന്ന് കയറി വരാനുള്ള ഒരു അവസരം കൂടിയാണ് കൊടുക്കുന്നത്. കാരണം എന്ന് വെച്ചെങ്കിൽ ഒരുപാട് ഇപ്പോൾ നമ്മൾ ഈ അടുത്തായിട്ട് 2-3 കുട്ടികൾ ഈ പാമ്പ് കടി ശംഖുവരൻ പാമ്പ് കടിയായിട്ട് മരണപ്പെടുകയുണ്ടായി. അതായത് ഈ ചുറ്റുവട്ടത്ത് ഇപ്പോൾ ഇന്നലെ ഈ ന്യൂസിൽ പറയുന്നത് വെച്ചെങ്കിൽ 1 2 3 4 അധികം ശംഖുവരൻ പാമ്പാണ് ആ വീടിനകത്ത് ഉണ്ടായത്. കാരണം എന്ന് വെച്ചെങ്കിൽ ഇതിപ്പോൾ ഒരു ഇണയായിട്ടാണ് നമ്മൾ വീടിനകത്ത് കയറുന്നത്. ബെഡിനകത്തോ അല്ലാത്ത കുട്ടികൾ കിടക്കുന്ന തലനകത്തോ പൊതുപ്പിനകത്തോ കൂടിയാൽ പോലും നമുക്കത് തിരിച്ചറിയാൻ പറ്റാത്തൊരു സാഹചര്യം കൂടിയാണ്. എല്ലാവരും വീടും പരിസരവും നന്നായി വൃത്തിയായി ക്ലിയറാക്കി എപ്പോഴും കൊണ്ടു നടക്കുക. കാരണം എന്ന് വെച്ചെങ്കിൽ നമ്മളെ മക്കൾക്ക് കുട്ടികളൊക്കെ നമ്മളിതൊന്നും അറിയില്ല. കുട്ടികൾക്ക് കടിച്ചാൽ പോലും ഇതിൻ്റെ വേദന ഉണ്ടാവില്ല എന്നാണ് അവർ നമ്മൾ ന്യൂസിൽ പറയുന്നത് തന്നെ. കാരണം ചെറിയൊരു തരിപ്പ് മാത്രം. പക്ഷേ അവസാനം സ്റ്റേജിലെത്തുമ്പോഴായിരിക്കും നമ്മളിത് അറിയുന്നത്. എന്തായാലും അങ്ങനത്തെ എന്തെങ്കിലും നമുക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ ആദ്യം തന്നെ നമ്മളെന്ന് വെച്ചെങ്കിൽ വേണ്ടപ്പെട്ട ഹോസ്പിറ്റലിലേക്ക് നമ്മൾ കൊണ്ടുപോവുക. ഛർദി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഫുഡ് പോയിസൺ എന്ന് വിചാരിച്ച് ഒരിക്കലും നിൽക്കാൻ പാടില്ല. എത്രയും പെട്ടെന്ന് കുട്ടികളായിക്കോട്ടെ മുതിർന്നവരായിക്കോട്ടെ ആരായാലും നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ ശ്രദ്ധിക്കുക. അതുമാത്രമല്ല ഇപ്പോൾ നമ്മൾ അതിനുവേണ്ടി നമ്മളെന്ന് വെച്ചെങ്കിൽ ഇപ്പോൾ നമ്മൾ കേരള സർക്കാർ തന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. 108 വിളിച്ചു കഴിഞ്ഞാൽ നമ്മളെന്ന് വെച്ചാൽ ഇതിൻ്റെ എല്ലാ ഹോസ്പിറ്റലിലേക്കും അവരത് കൃത്യസമയത്ത് നമ്മൾ എത്തിച്ച് തരും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ സാധാ ഒരു ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് നമുക്കിതിന് കാര്യമില്ല. നമ്മളെന്ന് വെച്ചെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഹോസ്പിറ്റലിലേക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നല്ല രീതിയിൽ ട്രീറ്റ്മെൻറ്റ് നടത്തുന്ന ഹോസ്പിറ്റലിലേക്ക് ആംബുലൻസ് എത്തിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മളെ വീടും പരിസരമൊക്കെ നല്ല വൃത്തിയായി സൂക്ഷിച്ച്. കാരണം എന്ന് വെച്ചെങ്കിൽ നമ്മളെ റൂമായിക്കോട്ടെ അടുക്കളയായിക്കോട്ടെ കിച്ചണായിക്കോട്ടെ എല്ലാം നമുക്ക് നീറ്റായി ശ്രദ്ധിച്ച് നിൽക്കുക. കാരണം നമ്മളെ വീടുകളിലൊക്കെ പൂച്ചകൾ ഉണ്ടാകുന്നത് ഏറ്റവും വലിയ ഉപകാരമാണ്. പൂച്ചകളായിക്കോട്ടെ പട്ടികളായിക്കോട്ടെ അത് ഒരു വിധം പ്രശ്നങ്ങളെ അത് പിടിച്ചു നിർത്തും. എന്നാലും നമ്മളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.